കേരളത്തിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനം ഒന്നാമത്തെ കാര്യം ഒരു സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തോട് കേന്ദ്രത്തിൻ്റെ സമീപനം കാരണം ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് 21,000 കോടി രൂപയാണ് ഈ വർഷം നമുക്കെല്ലാം കൂടി കുറഞ്ഞു. ഈ വർഷത്തെ ഞാൻ പറയുന്നത് ബോറോയിങ് സ്പേസും മറ്റും പ്രധാനമായിട്ടും ബോറോയിങ് ക്രിസ്മസിൻ്റെ തലേന്ന് 24 നമ്മൾ ഒരുമിച്ച് കണ്ടതാണ് ഇവിടെ. അന്ന് ഏറ്റവും ഒടുവിൽ അവർ വെട്ടിക്കുറച്ച ഒരു തുകയുണ്ട് 6,000 കോടി 5,900 കോടി രൂപ. ആ 5,900 കോടി രൂപ ഓഫ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനത്തെ 3 മാസത്തേക്കുള്ള 12,000 കോടി കിട്ടേണ്ടതിൽ 6,000 കോടി കുറച്ചു. അതിനു മുമ്പ് പലപ്പോഴായിട്ട് കുറച്ച മുമ്പ് നമ്മുടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത് 4,700 കോടി ഒരു വർഷം കുറയ്ക്കുന്നുണ്ട്, ഈ വർഷം കുറയ്ക്കുന്നുണ്ട്. 3,300 ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടെന്ന് പറഞ്ഞിട്ട് 4-5 വർഷം കൊണ്ട് പിടിക്കേണ്ട പണം ഒറ്റയടിക്ക് പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞ് കിട്ടി 1,922 കോടി രൂപ കുറച്ചു. IGSTയുടെ കണക്ക് അവർക്ക് തെറ്റിയെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റിനെയും പിടിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് 965 കോടി രൂപ കുറഞ്ഞു. ഇങ്ങനെ ഉള്ള തുകയുടെ കൂടെ ഇപ്പോൾ 6,000 കോടി കൂടെ കുറച്ചപ്പോൾ 17,000 കോടിയും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കിട്ടേണ്ട GDP ബേസ്ഡ് ആയിട്ടുള്ള ബോറോയിങ്ങിനകത്ത് 4,250 കോടി കുറച്ച്, അങ്ങനെ 21,000 കോടി കുറച്ചിട്ടുണ്ട് ഈ വർഷം മാത്രമാണ്. ഇതുകൂടാതെ നേരത്തെ കുറച്ച ടാക്സിൻ്റെ വിഹിതവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക പാക്കേജായിട്ട് തരണം നമ്മൾ പറയുന്നുണ്ട്. കാരണം ഈ വർഷം കുറയ്ക്കുന്നതിനൊരു ന്യായമില്ല, അത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് വ്യവസായ രംഗത്തും പുതിയ സാമ്പത്തിക രംഗത്തും വിവിധ മേഖലയിലൊക്കെ പ്രയോറിറ്റിയുള്ള ചില സ്കീമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ളതാണ് റെയർ എർത്തിൽ നിന്നുള്ള മാഗ്നറ്റും മറ്റും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉള്ള ഈ മാഗ്നറ്റിൻ്റെയാണ്, ഇലക്ട്രിക് കാർ, ബാറ്ററി, ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള നമ്മുടെ സ്കോപ്പുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ആ മേഖല, അതുപോലെ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾ തുടങ്ങിയ കുറേ പദ്ധതികൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ തൊട്ട് നമ്മൾ പറയുന്ന എയിംസ് കേരളത്തിൽ മാത്രമാണ് മേജർ സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് ഇത്രയും ഒരു പശ്ചാത്തലമുള്ള സ്റ്റേറ്റിൽ എയിംസ് അനുവദിക്കേണ്ടതാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയമായിട്ട് അത് അനുവദിക്കുന്നില്ല. നിർബന്ധമായിട്ടും ആ എയിംസ് അനുവദിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ശബരി റെയിലിൻ്റെ കാര്യത്തിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ശബരി റെയിൽ 50% നമ്മൾ കോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. സാധാരണ ഒരു സ്റ്റേറ്റും അങ്ങനെ കൊടുക്കേണ്ടതല്ല. ഇപ്പോൾ 50% നമ്മളതിൻ്റെ ചിലവ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരുമിച്ച് ആ പണം കിട്ടണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പം താമസിപ്പിക്കുന്നത്. അത് അടിയന്തരമായി തുടങ്ങണം. അടിയന്തരമായി തുടങ്ങി അതിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ലാൻഡൊക്കെ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചതാണ്. എന്ന് മാത്രമല്ല ഭാവിയിൽ അതിന് വലിയ കൊമേഴ്സ്യൽ വയബിലിറ്റി ഉള്ള സ്കീമും കൂടിയാണ്. കാരണം ഇത് എരുമേലി ചെന്നിട്ട് അതിലേക്കൂടെ നേരെ വന്നാൽ കൊല്ലം ചെങ്കോട്ട റൂട്ട് റെയിൽവേ ലൈന് കണക്ട് ചെയ്താൽ വിഴിഞ്ഞം വരെയും എത്തും. കാരണം വളരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം കൂടി വന്ന സ്ഥിതിയിൽ ഇതങ്ങനെ വയബിലിറ്റി ഉള്ളതാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എരുമേലി നമ്മുടെ ഈ ശബരിപാത എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതിനൊപ്പം റബ്ബർ കർഷകരുടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബർ കൃഷിക്കാർക്ക് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ച 200 രൂപ തറവില എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 180 ആക്കിയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ. അതിനു മുമ്പ് 170 ഏകദേശം ഒരു 6-8 വർഷം കൊണ്ട് നമ്മൾ അത് 5 വർഷം കൊണ്ട് നമ്മൾ 150 എന്നുള്ളത് 200 രൂപയാക്കി. വാസ്തവത്തിൽ 250 രൂപയെങ്കിലും കൊടുത്താലേ കൃഷിക്കാർക്ക് നിൽക്കാൻ പറ്റും. 50 രൂപ കേന്ദ്ര സർക്കാർ അതൊരു പ്രത്യേക ഒരു പദ്ധതി അതിൻ്റെ ഒരു തറവിലയ്ക്ക് വേണ്ടി നൽകണം എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാന പങ്കുണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ്. റബ്ബർ ഉൽപ്പാദനത്തിൽ നിന്ന് റബ്ബർ കൃഷിക്കാർ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് തന്നെ നഷ്ടമാണ്, ഇന്ത്യക്ക് തന്നെ ഒരു ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മേഖലയിലാണ്. പ്രധാനപ്പെട്ട മറ്റൊരു മേഖല തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതാണ് കഴിഞ്ഞ നിയമം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലോ പ്രധാനമായും അടുത്തൊരു വർഷം എങ്ങനെ എക്കണോമി മുന്നോട്ട് പോകുന്നുള്ളതാണ്. അതിന് ഈ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള കൊടുത്തുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് തൊഴിൽ, കേരളത്തിൽ തന്നെ 10 കോടി തൊഴിൽ ദിനങ്ങൾ ഈ വർഷം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്ത്യയിലായ കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് കിട്ടുന്ന അതെല്ലാം ഇല്ലാതാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കാരം വന്നു. അതില്ലാതാവുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ അത് പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ്. ബാക്കി വിശദമായ മെമ്മോറാണ്ടത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി നമ്മൾ പിന്നീട് നിങ്ങൾക്ക്